ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഒരു പ്രോജക്റ്റിനുള്ളിൽ ഒരു ഫാമിലി ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് ഫ്യൂച്ചർ യൂസിലേക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്നുമാണ് നമ്മൾ പഠിക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു 3D ഡ്രോയിങ് ഉണ്ട്. ഇതിൽ നമുക്ക് 2 സ്റ്റെപ്സ് കാണാം. അതുപോലെ 2 സ്റ്റെപ്സിൻ്റെ ലാൻഡിംഗ് സൈഡിൽ ഒരു ഫ്ലോറും കാണാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റെപ്സിന് ടൈൽ ഫിനിഷ് കൊടുക്കുക, എന്നിട്ട് അതേ ഫിനിഷ് ഈ ലാൻഡിങ്ങിലും കൊടുക്കുക. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാം. ടൈലല്ല, ടൈലിൻ്റെ മെറ്റീരിയൽ. മാനേജ് മെറ്റീരിയൽസ്. ഇവിടെ നമുക്ക് കാണുന്നത് പ്രോജക്റ്റിലെ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഈ മെറ്റീരിയൽ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻബിൽറ്റ് വാല്യൂസിനെ ബാധിക്കില്ല. കാര്യം നമ്മുടെ പ്രൊജക്റ്റിന് മാത്രം ബാധകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊജക്റ്റിലേക്ക് തൽക്കാലം ലോഡ് ചെയ്യപ്പെട്ട മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് വേണ്ട സംഭവം ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഡീഫോൾട്ട് ഫ്ലോർ എന്ന് കാണാം. നമ്മൾ ഈ ഫ്ലോറാണ് ടൈൽ മെറ്റീരിയലിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യുന്നത്. സോ ഞാനിത് റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ടൈൽ 1 എന്ന് കൊടുക്കുകയാണ്. ടൈൽ 1. അതിനുശേഷം ഞാൻ ഐഡൻറ്റിറ്റിയിലോട്ട് പോവുകയാണ്. ഇവിടെ തൽക്കാലം നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഗ്രാഫിക്സിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പിയറൻസ് വരികയാണ്. നമുക്കിവിടെ ഒരു ജനറിക് മെറ്റീരിയൽ കാണാം. നമുക്കതങ്ങ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു അവൈലബിൾ അസറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അസറ്റ് ബ്രൗസർ കിട്ടും. ഇവിടെ ഫിസിക്കൽ അസറ്റ്സും ഉണ്ട്, അപ്പിയറൻസ് ലൈബ്രറി ഉണ്ട്. ഇനി ഫിസിക്കൽ അസറ്റ്സിൽ പോയാൽ ഫിസിക്കൽ അസറ്റിന് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ചില തെർമൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് അതിന് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ നമുക്ക് ടൈൽ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോസലൈൻ എന്നൊരു സംഭവമുണ്ട്. നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രൗസറിൽ എന്താണ് മാറ്റം വരുന്നത് നോക്കാം. ഇവിടെ ഒരു ഫിസിക്കൽ എന്നൊരു സംഭവം വന്നു. ഇവിടെ നമുക്ക് ടൈൽ പോർസലൈൻ എന്ന് വന്നു. ഈ ടൈൽ പോർസലൈൻ എന്ന് പറയുന്ന എടുത്ത് ഒരു 0 കാണാം. അതിന്റെ അർത്ഥം ഈ ഫിസിക്കൽ അസറ്റ് ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോഡ് ചെയ്യപ്പെട്ടുള്ള മെറ്റീരിയൽസുകളൊന്നും ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല. നമുക്കിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേക്കാം. അതുപോലെ ഈ അപ്പിയറൻസ് ലൈബ്രറി ചെന്നാൽ ഇവിടെ ഫ്ലോറിംഗ് കിട്ടും. ആ ഫ്ലോറിങ്ങിൽ ടൈൽ കിട്ടും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടൈൽ നമുക്ക് എടുക്കാം. ഇതിൽ നിന്ന് ഈ സ്ക്വയർ ബ്ലൂ വേണമെങ്കിൽ എടുക്കാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഇപ്പോഴത്തെ സെറ്റ് റീപ്ലേസ്ഡ് ആയിട്ട് അതിന്റെ സ്ഥാനത്ത് ഇത് വരും. ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കാണാം അപ്പിയറൻസിൽ അത് വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ വേറെ എന്തോ ആയിരുന്നു. ഇവിടെ ഫിസിക്കലിൽ നമ്മുടെ പോർസലൈൻ എന്ന് പറയുന്ന സംഭവം കിടപ്പുണ്ട്. ഓക്കെ, നമുക്കിത് അപ്ലൈ ചെയ്യാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ടൈൽ മെറ്റീരിയലായി. ഇനി നമുക്ക് വേണ്ടത് ടൈലിൻ്റെ ഫിസിക്കൽ യൂണിറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ലെവൽ 1 പോവുക. എന്നിട്ട് ആർക്കിടെക്ചറൽ മെനുവിൽ കോമ്പോണൻറ്റിൽ മോഡൽ ഇൻ പ്ലേസ് എടുക്കുക. എന്നിട്ട് ഈ ഫാമിലി കാറ്റഗറി ആൻഡ് പാരാമീറ്റേഴ്സ് വിൻഡോയിൽ നിന്നും ഫ്ലോസ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇവിടെ ഫ്ലോർ 1 എന്നൊരു നെയിം വന്നിട്ടുണ്ട്. ഡീഫോൾട്ടാണ്. അത് ഓക്കെ കൊടുക്കുക. അത് തന്നെ കുഴപ്പമില്ല. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് മെനുവിൽ നിന്നും എക്സ്ട്രൂഷൻ എടുത്തിട്ട് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് എന്ന് 0 കാണാം. ഇത് നമുക്ക് 15 ആക്കി മാറ്റാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലെവൽ 1 ഇവിടെ കാണാം. സ്റ്റെയറിൻ്റെ റൈസർ ഹൈറ്റ് 15 ആണ്. അതാണ് എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് 15 ആക്കിയത്. എന്നിട്ട് നമുക്ക് എക്സ്ട്രൂഷൻ എൻഡ് എന്ന് പറയുന്ന ഒരു 17 കൊടുക്കുക. അതായത് 2 സെൻറ്റിമീറ്റർ തിക്ക് ടൈൽ എന്ന് വെച്ചോ. അപ്ലൈ കൊടുക്കുക. എന്നിട്ട് ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ടൈലിൻ്റെ ഒരു പാർട്ടായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് 3D വ്യൂ നോക്കാം. ഇതാണ് നമ്മുടെ ടൈലിൻ്റെ ഒരു ഫ്ലാറ്റ് പോർഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ റൗണ്ടഡ് എഡ്ജ് കൊടുക്കാം. അതിനായിട്ട് വീണ്ടും ഈ ടൈൽ സെലക്ട് ചെയ്യുക, എഡിറ്റ് ഇൻ പ്ലേസ് കൊടുക്കുക, ലെവൽ 1 എത്തുക, ക്രിയേറ്റ് കൊടുക്കുക, സ്വീപ്പ് എടുക്കുക, സ്കെച്ച് പാത്ത് എടുക്കുക. സെറ്റ് പ്ലെയിൻ എന്നത് ഈ ടൈലിൻ്റെ ടോപ്പ് സർഫസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈൻ ടൂൾ എടുത്ത് പാത്ത് സ്കെച്ച് ചെയ്യുക. അതിനുശേഷം ഫിനിഷ് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് പ്രൊഫൈൽ എടുക്കുക. ഇവിടെ സൗത്ത് എലിവേഷൻ എടുക്കുക, ഓപ്പൺ വ്യൂ കൊടുക്കുന്നു. എന്നിട്ട് ഈ ആർക്ക് ടൂൾ എടുത്തിട്ട് ഒരു ആർക്ക് സ്കെച്ച് ചെയ്യുന്നു. ലൈൻ ടൂൾ എടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് 3D ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ടൈല്. ഇതിൻ്റെ റൗണ്ട് എഡ്ജൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ടൈലിനെ നമുക്കൊരു ഫാമിലി ആക്കി മാറ്റാം. വീണ്ടും ലെവൽ 1 പോവുക, ആ ടൈൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് ഇൻ പ്ലേസ് കൊടുക്കുക. ഈ ടൈലിന് 2 കോമ്പണൻ്റ് ഉണ്ട്. ഒന്ന് എക്സ്ട്രൂഷൻ കോമ്പണൻറ്റും ഉണ്ട്, സ്വിപ്പ് കോമ്പണൻറ്റും ഉണ്ട്. എക്സ്ട്രൂഷൻ കോമ്പണൻറ്റ് സെലക്ട് ചെയ്യുക, അതുപോലെ സ്വിപ്പ് കോമ്പണൻറ്റും സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ക്രോസ് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ഗ്രൂപ്പ് എടുക്കുക. ഇവിടെ ഗ്രൂപ്പ് 1 എന്നൊരു നെയിം ഉണ്ട്. ഡീഫോൾട്ട് നെയിമാണ്, കുഴപ്പമില്ല. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബേസ് പോയിന്റ് റീഡിഫൈൻ ചെയ്യുക. ഞാനിത് ഈ കോർണറിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം ഫയൽ മെനുവിൽ പോവുക. എന്നിട്ട് സേവ് ആസ് എടുക്കുക. ലൈബ്രറിയിൽ നിന്നും ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഡെസ്ക്ടോപ്പിൽ ഒരു നെയിം കൊടുത്ത് സേവ് ചെയ്യുക. ഞാൻ സ്റ്റെയർ ടൈൽ 1 എന്ന് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫയൽസ് ഓഫ് ടൈപ്പ് റെവിറ്റ് ഫാമിലി എന്ന് കാണാം. ഇനി ഞാൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഫിനിഷ് ചെയ്യുന്നു. ഇനി നമുക്ക് ആ ഫാമിലി ഈ പ്രൊജക്റ്റിലേക്ക് ലോഡ് ചെയ്യാം. അതിനായിട്ട് ആർക്കിടെക്ചറൽ മെനു, കോമ്പണൻറ്റ്, പ്ലേസ് എ കോമ്പണൻറ്റ്, ലോഡ് ഫാമിലി. ഇതാണ് സ്റ്റെയർ ടൈൽ 1. ഓപ്പൺ. ഞാൻ ഇവിടെ ഇൻസർട്ട് ചെയ്യുന്നു, ഒന്ന് ഇവിടെ ഇൻസർട്ട് ചെയ്യുന്നു. ഞാൻ വെസ്റ്റ് എലിവേഷനിലേക്ക് പോവുകയാണ്. ടൈല് നമുക്കൊന്ന് കോപ്പി ചെയ്യാം. ഇനി നമുക്ക് 3D എടുക്കാം. ഇതാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ടൈല്. ഇത് ഫാമിലി ആയതിനു ശേഷമുള്ള ടൈലാണ്. നമുക്ക് ഈ ടൈല് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിനെ ഒന്നുകൂടി എഡിറ്റ് ചെയ്യാം.
ഇതിൽ നമുക്ക് മെറ്റീരിയൽസ് അസൈൻ ചെയ്യാം. ഈ ടൈൽ സെലക്ട് ചെയ്യുന്നു, എഡിറ്റ് ഫാമിലി, എന്നിട്ട് എക്സ്ട്രൂഷൻ പാർട്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ മെറ്റീരിയൽ എന്നുള്ളിടത്ത് വി ഹാവ് ദിസ് ബൈ കാറ്റഗറി, ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. Then click on this little arrow over here. Then in this associate family parameter dialog box, click on here and you put a name over here. And material കൊടുക്കുകയാണ്. മെറ്റീരിയൽ 1 കൊടുത്തു. ഇവിടെ നമ്മൾ ടൈപ്പ് ഓഫ് പാരാമീറ്റർ മെറ്റീരിയൽ ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഗ്രൂപ്പ് പാരാമീറ്റർ അണ്ടർ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷസ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ സ്വീപ്പ് കോമ്പോണൻറ്റിൽ മെറ്റീരിയൽ അസൈൻ ചെയ്യുക. അതിനായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രോപ്പർട്ടീസ് ബ്രൗസർ വരിക, ഈ സ്മോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഡയലോഗ് ബോക്സിൽ നിന്നും ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മെറ്റീരിയൽ 2 കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഈ ഫാമിലി ടൈൽസിൽ മെറ്റീരിയൽസ് പാരാമീറ്റർ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മെറ്റീരിയൽസ് അസൈൻ ചെയ്യുക. ഫാമിലി ടൈൽ സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പ് കൊടുക്കുക. ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീസിൽ മെറ്റീരിയൽ 2, മെറ്റീരിയൽ 1 എന്ന് കാണാം. മെറ്റീരിയൽ 2 എന്നെടുത്ത് ബൈ കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് ടൈൽ 1 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതുപോലെ മെറ്റീരിയൽ 2 ബൈ കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് ടൈൽ 1 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്ലൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും ബ്ലൂ വൈഷ് ആയിട്ടുണ്ട്. നമുക്കിനി ലെവൽ 1ലേക്ക് പോകാം. എന്നിട്ട് ടൈൽ ഫാമിലി വീണ്ടും ഇൻസർട്ട് ചെയ്യാം. ആർക്കിടെക്ചർ, കോമ്പണൻറ്റ്, പ്ലേസ് എ കോമ്പണൻറ്റ്. ഓക്കെ. വെസ്റ്റ് എലിവേഷൻ എടുക്കാം. ഇവിടെ മൂവ് ചെയ്യുക. നോർത്ത് എലിവേഷൻ എടുക്കാം. മൂവ്. ഇനി 3D എടുക്കാം. ഇതിൻ്റെ കളർ ചേഞ്ച് ആവാത്തതിൻ്റെ കാരണം ഇത് നോർമൽ ടൈലാണ്, ഇത് ഫാമിലി അല്ല. സോ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം. അവിടെയും നമ്മുടെ ഫാമിലി ഇൻസർട്ട് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഈ ലാൻഡിങ്ങിലും ഇതുപോലെയൊരു ടൈൽ ഫിനിഷ് കൊടുക്കാം. അതിനായിട്ട് ഈ ടൈലങ്ങ് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ലെവൽ 1ൽ വരാം. നമുക്ക് ഈ ടൈൽ എഡിറ്റ് ചെയ്യാം. അതിന് മുമ്പ് അനോട്ടേറ്റഡ് പോവുക, ഡിസ്റ്റൻസ് എടുക്കുക, അലൈൻഡ് 120. സോ ഞാൻ ഈ ടൈൽ സെലക്ട് ചെയ്യുന്നു, എഡിറ്റ് ഫാമിലി കൊടുക്കുന്നു. വ്യൂ ഓളിൽ ഫ്ലോർ പ്ലാനിൽ ലെവൽ 1 സെലക്ട് ചെയ്യുന്നു, യൂണിറ്റ് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഈ എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എഡിറ്റ് എക്സ്ട്രൂഷൻ കൊടുക്കുന്നു. അതിനുശേഷം ഓഫ്സെറ്റ് എടുക്കുന്നു. ഇവിടെ 120 എന്ന് കൊടുക്കുന്നു, ഓഫ്സെറ്റ് ചെയ്യുന്നു. വീണ്ടും ഓഫ്സെറ്റ് എടുക്കുന്നു, 30 എന്ന് കൊടുക്കുന്നു, ഓഫ്സെറ്റ് ചെയ്യുന്നു. ലൈൻ എടുക്കുന്നു, തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഫില്ലറ്റ് എടുക്കുന്നു, എക്സ്ട്രൂഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഫിനിഷ് എഡിറ്റ് മോഡ് കൊടുക്കുന്നു. ഇനി സ്വീപ്പ് സെലക്ട് ചെയ്യുന്നു, എഡിറ്റ് സ്വീപ്പ് കൊടുക്കുന്നു, സ്കെച്ച് പാത്ത് എടുക്കുന്നു. എന്നിട്ട് ആ പാത്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. എന്നിട്ട് സെലക്ട് ചെയ്യുന്നു, ഫയൽ, സേവാസ്, ഫാമിലി, സ്റ്റെയർ ടൈൽ എന്ന് പകരം ലാൻഡിംഗ് ടൈൽ എന്ന് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു, ലോഡിൻ്റെ പ്രൊജക്റ്റ് കൊടുക്കുന്നു. ഇനി ആർക്കിടെക്ചർ മെനുവിൽ പോകുന്നു, കോമ്പണൻറ്റ്, പ്ലേസ് എ കോമ്പണൻറ്റ്, ലോഡ് ഫാമിലി, ലാൻഡിംഗ് ടൈൽ, ഓപ്പൺ. ഇനി നമുക്ക് വെസ്റ്റ് എലിവേഷനിൽ പോവാം. നമ്മൾ ടൈൽ ഇവിടെ ഉണ്ട്, മൂവ്. ഇനി 3D വ്യൂവിൽ പോവാം. ഇതാണ് നമ്മുടെ ടൈൽ. ഇത് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടില്ല. സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പ് കൊടുക്കുക. ഇവിടെ മെറ്റീരിയൽ 1 എന്നെടുത്ത് സെലക്ട് ചെയ്യുക, ടൈൽ 1 കൊടുക്കുക. മെറ്റീരിയൽ 2 സെലക്ട് ചെയ്യുക, ടൈൽ 1 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇതിന് വേണമെങ്കിൽ ഡിഫറൻ്റ് ആയിട്ട് മെറ്റീരിയൽ കൊടുക്കാം, കാരണം ഇത് ഡിഫറെൻറ്റ് ഫാമിലിയാണ്. സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പ്, മെറ്റീരിയൽ 1 സാഷ്, മെറ്റീരിയൽ 2 സാഷ്, ഓക്കെ, അപ്ലൈ, ഓക്കെ. ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇവിടെ കഴിയുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.